ഈ ഒരു സീക്രട്ട് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ ആഡ് ആർക്കൊക്കെ കാണിക്കണമെന്ന് മെറ്റ തീരുമാനിക്കുന്നത്. അപ്പൊ ഈ ഒരു സീക്രട്ട് ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ബഡ്ജറ്റിനെയും ടാർഗറ്റിങ്ങിനെയും എന്തിന് റീസെന്റ് ആയിട്ട് വന്ന ആൻഡ്രോമഡ അപ്ഡേറ്റിനെ പോലും നിങ്ങൾക്ക് കുറ്റം പറയേണ്ടി വരില്ല. ഒരു വിചാരിക്കുന്നത് മെറ്റ ആഡ്സ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണെന്നാണ്. ഞാൻ ബാംഗ്ലൂർ സെലക്ട് ചെയ്തു, ഇൻട്രസ്റ്റ് സെലക്ട് ചെയ്തു, സോ മെറ്റ അവർക്ക് എന്റെ ആഡ്സ് കാണിക്കും. നോ, ദാറ്റ് ഈസ് നോട്ട് ഹൗ ഇറ്റ് വർക്ക്സ്. നിങ്ങളുടെ ആഡ് ആര് കാണണമെന്ന് മെറ്റ തീരുമാനിക്കുന്നത് റിയൽ ടൈമിലാണ്, അതും സെക്കൻഡുകൾക്കുള്ളിൽ. മെറ്റ ആഡ് ഡെലിവറിക്ക് പ്രധാനമായിട്ടും 3 ഘട്ടങ്ങളുണ്ട്. ഒന്ന് എലിജിബിലിറ്റി, 2 റിട്രീവൽ, 3 ഓപ്ഷൻ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 3ാമത്തെ സ്റ്റെപ്പാണ്, ഓപ്ഷൻ. പക്ഷെ ആദ്യത്തെ 2 സ്റ്റെപ്പുകൾ പെട്ടെന്ന് തന്നെ നമുക്ക് പറയാം. സ്റ്റെപ്പ് 1 എലിജിബിലിറ്റി. ഇവിടെ മെറ്റ് ചെക്ക് ചെയ്യുന്നത് ഇതാണ്: ഈ വ്യക്തി നിങ്ങളുടെ ലൊക്കേഷൻ, ഏജ്, പ്ലേസ്മെന്റ് സെറ്റിംഗ്സുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ. ഉദാഹരണത്തിന് നിങ്ങൾ ബാംഗ്ലൂർ ആണ് ടാർഗറ്റ് ചെയ്യുന്നത്, നിങ്ങൾ ഡൽഹിയിലെ ഒരാൾക്ക് ആഡ് കാണിക്കേണ്ടതില്ലല്ലോ, സിമ്പിൾ. പക്ഷെ ട്വിസ്റ്റ് വരുന്നത് അടുത്ത സ്റ്റെപ്പിലാണ്. സ്റ്റെപ്പ് 2 റിട്രീവൽ. മെറ്റയിൽ ഇപ്പോ ലക്ഷക്കണക്കിന് ആഡ്സ് റണ്ണിംഗിൽ ഉണ്ടാവും, അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ ആഡ്സും കാണിക്കാൻ പറ്റില്ല. സോ മെറ്റ ആദ്യം ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കും. ഇതിനെയാണ് റിട്രീവൽ എന്ന് പറയുന്നത്. ഇവിടെയാണ് ആൻഡ്രോമഡ അപ്ഡേറ്റ് വന്നതോടുകൂടി സ്മാർട്ട് ആയതൊന്നുകൂടെ. ആൻഡ്രോമഡ അപ്ഡേറ്റിന് ശേഷം ആളുകളുടെ പെരുമാറ്റവും ബിഹേവിയറും കോണ്ടന്റും കൂടുതൽ മനസ്സിലാക്കാൻ മെറ്റയ്ക്ക് ഒന്നുകൂടെ സ്മാർട്ട് ആയിട്ടുള്ള ഈ ആൻഡ്രോമഡ അപ്ഡേറ്റ് ഹെൽപ്പ് ആയി. നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകുന്നതിന് മുന്നേ മെറ്റ ആഡ്സിനെ കുറിച്ച് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. കാരണം ഡെലിവറി സിസ്റ്റം അറിയാതെ ഒരുപാട് പൈസ കൊണ്ടുപോയിട്ട് മെറ്റ ആഡ്സിൽ കയറുന്ന ഒരു കാര്യമില്ല. ഇനിയാണ് റിയൽ സീക്രട്ട്. ഒരാൾ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഓപ്ഷൻ നടക്കുന്നുണ്ട്. ഇവിടെ വിന്നറെ തീരുമാനിക്കുന്നത് ടോട്ടൽ വാല്യൂ എന്ന ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ്. ഇതൊന്ന് ലളിതമാക്കിയിട്ട് പറയാം. 1 ബിഡ്, അതായത് നമ്മൾ കൊടുക്കുന്ന പണം. 2 എസ്റ്റിമേറ്റഡ് ആക്ഷൻ റേറ്റ്. ഇതാണ് ഏറ്റവും പ്രധാനം. അതായത് ഒരാൾ നിങ്ങളുടെ ആഡ് കണ്ടാൽ അയാൾ റിയാക്ട് ചെയ്യാൻ എത്ര ചാൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ ലീഡ് ആഡ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അയാൾ ഫോം ഫിൽ ചെയ്യാൻ എത്ര സാധ്യത ഉണ്ട് എന്ന് മെറ്റ പ്രവചിക്കുന്നു. അതുകൊണ്ട് എല്ലാവർക്കും വെറുതെ മെറ്റ ആഡ് കാണിക്കില്ല. വാങ്ങാൻ സാധ്യതയുള്ള ബയേഴ്സിന് മാത്രം, അല്ലെങ്കിൽ ആ ഒരു പ്രോബബിലിറ്റിയുള്ള ആളുകൾക്ക് മാത്രമേ കാണിക്കുള്ളൂ. 3 ആഡ് ക്വാളിറ്റി. ആളുകൾ നിങ്ങളുടെ ആഡ് സ്കിപ്പ് ചെയ്യുകയോ ഹൈഡ് ചെയ്യുകയോ ചെയ്താൽ ക്വാളിറ്റി കുറയും, ഡെലിവറി കുറയും. ഇതൊരു എക്സാമ്പിളിലൂടെ പറയാം. ബാംഗ്ലൂരിൽ 2 ഹോസ്പിറ്റലുകൾ വാട്സ്ആപ്പ് ആഡ്സ് ചെയ്യുന്നു. ഹോസ്പിറ്റലിലെ 1000 രൂപയാണ് ബഡ്ജറ്റ്, പക്ഷെ ക്രിയേറ്റീവ്സ് വളരെ ആവറേജ് ആണ്. ഹോസ്പിറ്റൽ ബിയോ 500 രൂപ അല്ലെങ്കിൽ 700 രൂപ ബഡ്ജറ്റ്, പക്ഷെ ക്രിയേറ്റീവ് നല്ല സൂപ്പറാണ്, നല്ല ടെസ്റ്റിമോണിയൽസ് ഉണ്ട്, ഡിഫറന്റ് ആയിട്ടുള്ള ക്രിയേറ്റീവ്സ് ഉണ്ട്, ഇങ്ങനെയൊക്കെ കൊടുത്തു. ഇവിടെ സംഭവിക്കുന്നത് എന്താ അറിയോ? ബഡ്ജറ്റ് കുറവാണെങ്കിലും ഹോസ്പിറ്റൽ ബി ഓപ്ഷനിൽ വിൻ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. കാരണം അവരുടെ ആക്ഷൻ റേറ്റ് കൂടുതലാണ്, ആഡ് ക്വാളിറ്റി കൂടുതലാണ്. അതുകൊണ്ട് അവർക്ക് കുറഞ്ഞ റേറ്റിൽ ചിലപ്പോൾ ലോ കോസ്റ്റിൽ കൂടുതൽ റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. സോ ആൻഡ്രോമഡയെ പേടിക്കേണ്ട കാര്യമുണ്ടോ? ആൻഡ്രോമഡ അപ്ഡേറ്റിന് ശേഷം മെറ്റയ്ക്ക് ആളുകളുടെ ഇന്റന്റ് കൂടുതൽ മനസ്സിലാക്കാനുള്ള ഒരു സ്മാർട്ട് ആയിട്ടുള്ള അബിലിറ്റിയും ക്രിയേറ്റീവ്സിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള അബിലിറ്റിയും കിട്ടി. അതുകൊണ്ടാണ് ഇന്ന് പറയുന്നത് യുവർ ക്രിയേറ്റീവ്സ് യുവർ ടാർഗറ്റിംഗ്, യുവർ മെസ്സേജ് ഈസ് യുവർ ഓഡിയൻസ്. നിങ്ങളുടെ ഹുക്ക് മോശമാണെന്നുണ്ടെങ്കിൽ, ഓഫർ വ്യക്തമല്ല എന്നുണ്ടെങ്കിൽ മെറ്റ നിങ്ങളുടെ ആഡ് പുഷ് ചെയ്യില്ല. അതായത് മെറ്റ ആഡ്സ് വർക്ക് ആവാത്തതല്ല, മെറ്റ കൂടുതൽ സ്മാർട്ട് ആയതാണ്. അപ്പൊ നിങ്ങളും അവിടെ സ്മാർട്ട് ആവണം. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക, ടാർഗറ്റിംഗ് മാത്രമല്ല ഇമ്പോർട്ടന്റ്, ഈ 3 കാര്യങ്ങൾ കൂടെ ഉണ്ട്. അതായത് പ്രോബബിലിറ്റി, ആഡ് ക്വാളിറ്റി, ബിഡ്. സോ മികച്ച റിസൾട്ട്സിനായിട്ട് ക്രിയേറ്റീവ്സും ഓഫേഴ്സും നിങ്ങൾ ബെറ്റർ ആക്കാൻ നോക്കുക. ആഡ്സ് റൺ ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. സേവ് ദിസ് റൈറ്റ് നൗ.